ഇന്ന് രാവിലെ ഏട്ടന് കൊണ്ടുപോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാനും അങ്ങ് അതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ഇറങ്ങുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഞങ്ങളുടെ ആര്യനെ കൊണ്ടുവന്ന് ട്രിവാൻഡ്രത്താക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ ചേട്ടന് വരാൻ പറ്റിയില്ല, ചേട്ടനിന്ന് ജോലിക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞാനും ആര്യനും മാത്രമാണ് കേട്ടോ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആളുടെ മുഖം കണ്ടില്ലേ, ആൾക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്കും അവനെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അവൻ ഇനി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കാവുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഏട്ടൻ ഞങ്ങളെ കൊണ്ടുവന്ന റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കിയിട്ട് ഏട്ടൻ പോയി കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആളിച്ചിരി സ്മാർട്ടായി. ആദ്യമായിട്ടാണല്ലോ ട്രെയിനിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടാട്ടോ ട്രെയിൻ വന്നത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സൈഡിലോട്ടൊന്നും കിട്ടിയില്ല, കിട്ടിയെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇയാൾ നല്ല ഉറക്കം വന്നിട്ടും കണ്ണു തുറന്നിരിക്കുവാണ്. എന്നെ കഴക്കൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ ഇച്ചിരി കുറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം സെൻട്രലിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങാറായപ്പോൾ ആൾക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു കേട്ടോ. വല്ല വിധേനയൊക്കെ എണീപ്പിച്ച് തിരക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് പുറത്തെത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് നേരെ പോകേണ്ടുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ സീബ്ര ക്രോസിംഗ് ഒക്കെ പാസ് ചെയ്തിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഇച്ചിരി അങ്ങ് അകത്തോട്ട് കയറി അങ്ങ് അറ്റത്താട്ടോ ഞങ്ങളുടെ ബസ് നിർത്തുന്നത്. അങ്ങനെ കോംപ്ലക്സിനുള്ളിൽ കൂടെ കയറി നടന്ന് അങ്ങ് എത്താറായപ്പോൾ തന്നെ ഞാൻ കണ്ടായിരുന്നു ഞങ്ങളുടെ ബസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം തന്നെ ബസ്സിനകത്തോട്ട് കയറി കേട്ടോ. പിന്നീടായ സീറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് അന്നേരം കയറി. ഇയാൾ കയറിയപ്പോൾ തന്നെ കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. ബസ് മൂവ് ചെയ്തപ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മലയൻകീഴ് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റോപ്പിലാട്ടോ ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇയാൾ ഇച്ചിരി നേരം വെയിറ്റിംഗ് ഷെഡിലൊക്കെ ഇരുന്നിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഓട്ടോ എടുത്തിട്ടാട്ടോ പോകുന്നത്. ഇവിടുന്ന് കുറച്ച് അകത്തോട്ട് പോകണം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ, എങ്കിൽ പോലും വെയിറ്റൊക്കെ ഉണ്ടായതുകൊണ്ടാട്ടോ ഇന്ന് ഓട്ടോ എടുത്തിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നടന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാട്ടോ ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലാട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ആരും ശല്യമില്ല, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാട്ടോ. എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കാൻ വലിയ ഇഷ്ടമാണ്. അത്രയ്ക്ക് നല്ല സ്ഥലമാട്ടോ. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അമ്മ പുറത്ത് തന്നെ ഞങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ, ഒരിക്കലും വെറുതെ ഇരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിലും അച്ഛനുണ്ട്, അമ്മയുണ്ട്. പിന്നെ എനിക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. ഇവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇനിയും ഒത്തിരി ആൾക്കാർ വരാനുണ്ട്, എന്നാലേ ഞങ്ങൾ പൂർണ്ണമാവും കേട്ടോ. അപ്പോൾ അച്ഛനും അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് അച്ഛനും തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.